ദുബായിലുള്ള മംസാർ ബീച്ചിൽ ഫാമിലിയായിട്ട് ബാർബിക്യൂ അതിപ്പോൾ അടുത്തൊരു ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങോട്ട് പോയി. ബീച്ച്, അതിൻ്റെ സൈഡിൽ പാർക്ക്, അവിടെ വെച്ചിട്ട് ബാർബിക്യൂ. നല്ല രസമാണത്. ആദ്യം പിള്ളേരെയും കൂട്ടിയിട്ട് ബീച്ചിൽ കളിക്കാൻ ഇറങ്ങി. മണ്ണ് വാരി കളിക്കുക, അതല്ലേ സ്ഥിരം പരിപാടി. അതുകൊണ്ട് കുറച്ച് ടോയ്സൊക്കെ എടുത്തിട്ടാണ് പോയത്. എവിടെ പോയാലും നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കണ്ടേ? അതില്ലാതൊരു പരിപാടിയില്ലല്ലോ. അവിടെ നല്ല ഭംഗിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേ, നോക്കി നിന്ന് പോവും. റൗണ്ടിൽ ഇൻ്റർലോക്കൊക്കെ ഇട്ടൊരു സ്ഥലം, അതിൻ്റെ നടുക്കൊരു കുടയും 2 ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പം നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയുള്ളത്. ഇതിവിടെ ചുറ്റും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഫാമിലീസ് ഇങ്ങനെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതൊക്കെ അങ്ങനെ കാണാൻ പറ്റും. ഇതൊരു വലിയ പാർക്കാണ്. അവിടെ ഫുള്ള് ഇങ്ങനെ ബാർബിക്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ കുറേ സ്ഥലം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇതിനായിട്ടുണ്ട്. ഓരോരുത്തർക്കും ഈ അടുപ്പൊക്കെ വെച്ച് ചാർക്കോളൊക്കെ കത്തിക്കാനായിട്ട് തൊട്ടടുത്ത് കുറേ വലിയ കരിങ്കല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ അടുപ്പ് വെച്ച് കത്തിക്കുക. പകലൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചാൽ തീയൊക്കെ ആളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാവും അങ്ങനെ കൂട്ടിയിട്ടുള്ളത്. ഇങ്ങനെ മാത്രമല്ല, നമുക്ക് വേണേൽ നടുക്ക് ബാർബിക്യൂ ചെയ്തിട്ട് ചുറ്റിരിക്കാൻ പറ്റും. അങ്ങനത്തെ സ്ഥലമുണ്ട്. നമുക്ക് പകലാണ് ബാർബിക്യൂ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കടലിൻ്റെ കരയിലിരുന്നിട്ടും ചെയ്യാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോഴേക്കും ബീച്ച് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് പാർക്കിലിരുന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ചിക്കനൊക്കെ പിന്നെ മസാല തേച്ച് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പച്ച കളറിൽ തേച്ചതും ചുവന്ന കളറിൽ മസാല തേച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുക്കിംഗ് മാത്രമല്ല കേട്ടോ, നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ പാട്ടൊക്കെ വെച്ച് കൂടെ പാടി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെയാണല്ലോ. ഈ ചുവന്ന കളറിൽ മസാല തേച്ച ചിക്കനാണോ പച്ച കളറിൽ മസാല തേച്ച ചിക്കനാണോ നിങ്ങൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിക്കനൊക്കെ ആയിക്കഴിഞ്ഞ് കഴിക്കാനുള്ള പരിപാടി നോക്കിയപ്പോൾ തറയിൽ വിരിക്കാനുള്ള മാറ്റില്ല. പിന്നെ കൊണ്ടുപോയ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ അങ്ങോട്ട് കീറി വിരിച്ച് വെച്ച് അഡ്ജസ്റ്റ് ആക്കി. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബീച്ചിന് ഒരു ബായ് ഒക്കെ കൊടുത്തിട്ട് തിരിച്ചു പോന്നു.